ഹോർമുസിൽ എണ്ണക്കപ്പലിന് അകമ്പടി നൽകിയെന്ന് US സെക്രട്ടറി. നുണയെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു എണ്ണക്കപ്പലിന് US നാവികസേന അകമ്പടി നൽകിയെന്ന അവകാശവാദവുമായി US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ക്രിസ് റൈറ്റ് ഈ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ പിന്നീട് ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസും ക്രിസ് റൈറ്റിന്റെ അവകാശവാദം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ക്രിസ് റൈറ്റിന്റെ പ്രസ്താവന വലിയ വിവാദത്തിലേക്കും വഴിവെച്ചു. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കിടെയും ആഗോള വിപണിയിലെ ഊർജ്ജ സ്ഥിരത ട്രംപ് നിലനിർത്തുന്നുണ്ട്. ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാനായി US നാവികസേന ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു എണ്ണ ടാങ്കറിന് അകമ്പടി നൽകിയെന്നായിരുന്നു ക്രിസ് റൈറ്റിന്റെ പ്രസ്താവന. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യമെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് US നാവികസേന അകമ്പടി നൽകുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എണ്ണ കപ്പലിന് അകമ്പടി നൽകിയെന്ന അവകാശവാദവുമായി US ഊർജ്ജ സെക്രട്ടറി രംഗത്തെത്തിയത്. എന്നാൽ ക്രിസ് റൈറ്റിന്റെ പ്രസ്താവന പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വൈറ്റ് ഹൗസ് ഇക്കാര്യം നിഷേധിച്ചു. US നാവികസേന ഹോർമുസ് കടലിടുക്കിലൂടെ ഏതെങ്കിലും കപ്പലിന് അകമ്പടി നൽകിയിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. US സൈന്യം കപ്പലിന് അകമ്പടി സേവിച്ചിട്ടില്ലെന്ന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സ്ഥിരീകരിച്ചു. ക്രിസ് റൈറ്റിന്റെ എക്സ്പോസ്റ്റ് നീക്കം ചെയ്തതായി മറ്റൊരു സർക്കാർ വക്താവും പിന്നീട് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെ ക്രിസ് റൈറ്റിന്റെ പോസ്റ്റും അപ്രത്യക്ഷമായി. അതിനിടെ US ഊർജ്ജ സെക്രട്ടറിയുടെ അവകാശവാദം ഇറാനും തള്ളിക്കളഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ US നാവികസേനയുടെ അകമ്പടിയിൽ എണ്ണക്കപ്പൽ കടന്നുപോയെന്ന വാദം IRGCയും നിഷേധിച്ചു. US-ന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ കപ്പലുകളുടെ നീക്കം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തടയുമെന്നും IRGC വക്താവ് പറഞ്ഞു. US അകമ്പടിയിൽ എണ്ണക്കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോയെന്ന വാദം ശുദ്ധ നുണയാണെന്നും IRGC വക്താവ് വ്യക്തമാക്കി. അതേസമയം അവകാശവാദം തിരുത്താൻ വൈറ്റ് ഹൗസ് നീക്കം നടത്തി. US നാവികസേന ഇപ്പോൾ ഒരു ടാങ്കറിനോ കപ്പലിനോ അകമ്പടി പോയിട്ടില്ലെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. തീർച്ചയായും അതൊരു ഓപ്ഷനാണ്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഒരു ബ്രീഫിംഗിൽ പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും ഈ അവകാശവാദം നിരസിച്ചു. ഒരു US നാവിക കപ്പലും ഹോർമുസ് കടലിടുക്ക് സമീപിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെന്നും റൈറ്റിന്റെ പ്രസ്താവന ശുദ്ധമായ നുണയാണെന്നും അവർ പറഞ്ഞു. ഊർജ്ജ വകുപ്പ് ജീവനക്കാർ തെറ്റായ അടിക്കുറിപ്പ് നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സെക്രട്ടറി റൈറ്റിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്നും ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ലാതാക്കിയെന്നും ഊർജ്ജ വകുപ്പ് വക്താവ് AFPയോട് പറഞ്ഞു. UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, ഇറാനിയൻ അധികൃതർ എന്നിവർ സമാഹരിച്ച ഡേറ്റ പ്രകാരം മാർച്ച് 1-നും മാർച്ച് 10-നും ഇടയിൽ ഹോർമുസ് കടലിടുക്കോ സമീപത്തോ കുറഞ്ഞത് 10 എണ്ണ ടാങ്കറുകളെങ്കിലും ആക്രമിക്കപ്പെടുകയോ ലക്ഷ്യം വയ്ക്കുകയോ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിന്റെ ഭാഗമായി ഇറാനിലെ എണ്ണ ഡിപ്പോകൾക്ക് നേരെയും അസ്ഥിരമായ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷിത താവളങ്ങളായി ദീർഘകാലമായി കണക്കാക്കപ്പെട്ടിരുന്ന സമ്പന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.